Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. ഹലോ ഫ്രണ്ട്സ്, റോക്ക് സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നൊക്കെ ഒന്ന് മാറിയിരുന്ന് ബാക്ക് പാക്കൊക്കെ ആയിട്ട് ഫാമിലിയോടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഒരു ഗോവൻ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്. പാലക്കാട് നിന്നും തൃശ്ശൂരിൽ നിന്നൊക്കെ ഗോവയിലേക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും ഉചിതമായ മാർഗം ട്രെയിൻ തന്നെയാണ്. സ്ലീപ്പർ കോച്ചോ AC കോച്ചോ ഒക്കെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഓവർ ദ നൈറ്റ് നമുക്ക് ഗോവയിലേക്ക് എത്താൻ പറ്റും. കയറി കിടന്നൊന്ന് ഉറങ്ങി നേരം വെളുക്കുമ്പോഴത്തേക്കും വേറൊരു ലോകത്തായിരിക്കും നമ്മൾ. ഗോവ എന്ന അതിമനോഹരമായ തീരത്തേക്കായിരിക്കും നമ്മൾ യാത്ര ചെയ്ത് എത്തുക. ഇന്ത്യൻ ടൂറിസം മാപ്പിലെ ഏറ്റവും അട്രാക്റ്റീവായ ഒരു സ്ഥലമാണ് ഗോവ. ഇന്ത്യയിലെ ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. പോർച്ചുഗീസ് സംസ്കാരം ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഗോവ. മലയാളികൾ ഉൾപ്പെടെ എല്ലാവരും ചില്ല് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ഗോവ. അപ്പോൾ ഗോവയിലെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഗോവയിലെ എല്ലാവരും വന്നിറങ്ങുന്നത് മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലാണ്. ഞങ്ങൾ മഡ്ഗോണിലല്ല ഇറങ്ങിയത്, തിവിം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഈ കാറ് ഞങ്ങൾ റെൻറ്റിനെടുത്തു. എന്നിട്ട് അവിടുന്ന് കണ്ടോലിം എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ റൂം ബുക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റായ ഏറ്റവും അട്രാക്റ്റീവ് പ്രൈസിൽ നമുക്ക് കിട്ടിയ ഒരു റൂമാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീനായ റൂമാണ്. ACയും വേണ്ട ഫെസിലിറ്റീസും എല്ലാം ഉണ്ട്. ഞങ്ങൾ റൂമിനേക്കാളും പ്രിഫറൻസ് കൊടുക്കുന്നത് ഞങ്ങൾ അവിടുത്തെ സൈറ്റ് സീയിങ്ങിന് എളുപ്പമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ബീച്ചിൽ നിന്ന് ഒരു 200 മീറ്റർ മാത്രം അകലെയുള്ള ഒരു റിസോർട്ടാണ് നമുക്ക് കിട്ടിയത്. കണ്ടോലിം ബീച്ച് തിരഞ്ഞെടുക്കാൻ കാരണം ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ തിക്കും തിരക്കും കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ഒരു സ്ഥലമാണ് കണ്ടോലിം ബീച്ച്. ഗോവ തിരഞ്ഞെടുക്കുമ്പോൾ 3 പാർട്ടുണ്ട്. സൗത്ത് ഗോവ, സെൻട്രൽ ഗോവ, നോർത്ത് ഗോവ എന്ന് 3 പാർട്ടുണ്ട്. അതിൽ സൗത്ത് ഗോവ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. കേരളത്തിനോട് അടുത്ത് നിൽക്കുന്ന, കേരളത്തിൻ്റെ ചായയൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു ബീച്ച് സൈഡാണ് സൗത്ത് ഗോവ എന്ന് പറയുന്നത്. കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക്, ഹണിമൂൺ കപ്പിൾസിനൊക്കെ കൂടുതലായി ഇഷ്ടപ്പെടുന്നത് സൗത്ത് ഗോവയായിരിക്കും. അവിടെയുള്ള സ്റ്റേയും കാര്യങ്ങളെല്ലാം കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആണ്. സെൻട്രൽ ഗോവ അത്രയ്ക്ക് എക്സ്പെൻസീവ് അല്ല. നല്ല ഹാപ്പനിങ്ങും ക്രൗഡഡുമായ ബീച്ചസ് ആണ് സെൻട്രൽ ഗോവയിലുള്ളത്. അതിൽ ഏറ്റവും ക്രൗഡഡായ ബീച്ചാണ് കൊളംകൊട്ടെ ബീച്ചും ബാഗ ബീച്ചും. ഈ 2 ബീച്ചിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കണ്ടോലിം ബീച്ച് ക്രൗഡ് കുറവാണ്, അത്യാവശ്യം ഹാപ്പനിങ്സ് ഉണ്ട്, എന്നാൽ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള പ്രൊവിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കണ്ടോലിം ബീച്ച് സെലക്ട് ചെയ്തത്. ഗോവയിലെ ഏറ്റവും അനുയോജ്യമായ സീസൺ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയമാണ്. അതേപോലെ ബീച്ചസിൽ വൈകുന്നേര സമയത്തായിരിക്കും ഏറ്റവും നല്ലത്. വൈകുന്നേരവും രാത്രിയുമാണ് ഏറ്റവും ലൈവായിരിക്കുക ബീച്ചുകളൊക്കെ. ബീച്ചിലൊക്കെ ഇറങ്ങി കളിക്കാനും അവിടെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ നോക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് വൈകുന്നേരവും ഉച്ചയ്ക്കൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ നമുക്കൊന്ന് ചില്ല് ഔട്ട് ചെയ്യണം, കുറച്ചൊന്ന് വാക്ക് ചെയ്യണം, പാർട്ടി ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നൈറ്റാണ് ഏറ്റവും ബെസ്റ്റ്. ഇവിടെയുള്ള സർക്കംസ്റ്റാൻസസ് ഒക്കെ ഏത് ബഡ്ജറ്റുള്ള ആളുകൾക്കും അഫോർഡബിൾ ആണ് കേട്ടോ. അതാണ് ഗോവയുടെ ബ്യൂട്ടിയും. നമുക്ക് ചെറിയ ചിലവിലും നമുക്ക് ഇവിടെ വന്ന് ആസ്വദിക്കാം. അതേപോലെ ഏറ്റവും ലക്ഷറി ആയിട്ട് നമുക്ക് വന്ന് ആസ്വദിക്കാം. ഞങ്ങൾ ഫാമിലി ആയിട്ട് നല്ല അടിച്ചു പൊളിച്ച ട്രിപ്പാണ് കേട്ടോ ഈ ഗോവയിലെ ഈ സമയം. നമ്മൾ മലയാളികളും കേരളം വിട്ടാൽ തന്നെ വേറൊരു വൈബാണ്. പ്രത്യേകിച്ച് ഗോവയും കൂടി ആണെങ്കിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടമായി ഈ സ്ഥലമൊക്കെ. അത്യാവശ്യം നല്ല ക്രൗഡറാണ് എങ്കിലും നല്ല രസമുണ്ട്. പിന്നെ ഗോവ ശരിക്കും ഗോവയാവുന്നത് രാത്രിയാണ് കേട്ടോ. ഈ രാത്രി കാഴ്ചകൾ കണ്ടോ? കടൽ തീരം മൊത്തം റെസ്റ്റോറൻറ്റ്സും കാൻഡിൽ ലൈറ്റ് ഡിന്നറും ബിയർ ആൻഡ് വൈൻ സെർവിങ്ങും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ജാതി വൈബാണ്. നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഇതേ കടൽ തീരമൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. മരാരിക്കുളവും കോവളവും ഒക്കെ ഇതേ കടൽ തീരം തന്നെയാണ്. പക്ഷേ ഇവിടെയൊക്കെ എന്തുകൊണ്ടാണ് ഇതുപോലത്തെ ടൂറിസം പ്രൊമോഷനും ആക്ടിവിറ്റിയും ഇല്ലാത്തത്, ഇതുപോലെ ലിബറൽ ആവാത്തത് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞങ്ങൾ ശരിക്കും ചില്ല് ഔട്ട് ചെയ്തു കേട്ടോ. ഫാമിലി ആയിട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ഞങ്ങളുടെ സന്തോഷം കണ്ടെത്തി ഞങ്ങൾ നല്ല രീതിയിൽ ആസ്വദിച്ചു.
നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മുടെ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ തലവേദനകളൊക്കെ വീട്ടിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് ഇങ്ങോട്ട് വരാൻ. ഇവിടെ വന്നാൽ നമ്മൾ പുതിയ മനുഷ്യനായിട്ട് നമുക്ക് ജീവിച്ച് ആസ്വദിച്ച് മുന്നോട്ട് പോകണം. ഞങ്ങൾ കണ്ടോലി മീറ്റിൽ നിന്ന് ഞങ്ങൾ നേരെ വന്നത് കൊളംകട്ടി ബീച്ചിൻ്റെ മാർക്കറ്റിലേക്കാണ്. അവിടെ നിന്ന് ഏതാണ്ട് 5-6 കിലോമീറ്ററേ ഉള്ളൂ. ഈ മാർക്കറ്റ് ഫുള്ള് ലൈവാണ്, നൈറ്റ് ഫുള്ള് ലൈവായിരിക്കും. എല്ലാ സാധനങ്ങളും കിട്ടും, ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അതേപോലെ കലങ്കട്ടെ ബീച്ചിൽ ഞങ്ങൾ ബീച്ച് സൈഡിലേക്ക് ഞങ്ങൾ വന്നു. സിമിലറായ വൈബ് തന്നെയാണ്. കണ്ടോലിം ബീച്ചിനേക്കാളും തിരക്ക് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്, എങ്കിലും സിമിലർ വൈബ് തന്നെയാണ്. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഒരു മോർണിംഗ് വാക്ക് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. കുറച്ച് സാലഡിന് വേണ്ട ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ റൂമിൽ തന്നെ ചെറിയ സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ട് ഇറങ്ങിയതാണ്. ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ സാലഡ്. ഞങ്ങൾ രാവിലെ ഫ്രഷപ്പൊക്കെ ആയി ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് വാക്കിങ്ങിന് ഇറങ്ങി. പിന്നെ പാർക്ക് ചെയ്ത് നമ്മുടെ റെൻറ്റഡ് കാർ എടുത്തിട്ട് ഞങ്ങൾ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഗോവയിൽ വരുന്ന എല്ലാവരും ഈ സ്ഥലം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തിരിക്കണം. ബീച്ച് തന്നെയാണിത്. ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ തീരെ ക്രൗഡഡ് അല്ല, നല്ല പ്രൈവസി ഉണ്ട്. എന്നാൽ വേവ്സ് ഏതാണ്ട് 500-600 മീറ്ററോളം തീരെ വേവ്സ് ഇല്ലാതെ നല്ല കടൽ തീരം, വളരെ വൃത്തിയുള്ള കടൽ തീരം. അധികം വൈറ്റ്സ് ആണ്, ഇംഗ്ലീഷുകാരാണ് കൂടുതലായിട്ട് ഈ ഭാഗത്ത് ഉണ്ടാവുക. ഇത് മോർജിം ബീച്ചാണ്. ഏതാണ്ട് സെൻട്രൽ ഗോവയുടെ മുകളിലുള്ള, നോർത്ത് ഗോവയുടെ അടുത്തുള്ള മോർജിം ബീച്ചാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല ബീച്ച്. ഞാൻ ഇത്രയും കാലം വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളിൽ ഏറ്റവും നല്ല ബീച്ചാണിത്. ഈ ബീച്ചിലാണ് ഞങ്ങൾ ശരിക്കും അടിച്ചു പൊളിച്ചത്. കാരണം തീരെ തിരമാലകളില്ല, നല്ല ക്ലീനാണ്. എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് നമുക്ക് ഇറങ്ങാം. നമ്മുടെ പ്രൈവസിയെ ഹനിക്കുന്ന രീതിയിൽ ഒരു സാധനം ഇവിടെ ഇല്ല കേട്ടോ. എന്നാൽ ചെറിയ കോറൽ റീഫും നാച്ചുറൽ ബ്യൂട്ടിയും നമ്മളെ വല്ലാതെ അങ്ങ് ആകർഷിക്കും ഈ സ്ഥലം. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗോവയിലെ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ മോർജിം ബീച്ച് തന്നെ പറയാം. ശംഖിൽ കയറി ഒളിച്ചിരിക്കുന്ന ഒരു ഞണ്ടിനെയാണ് കണ്ടത് കേട്ടോ. ഇതുപോലെ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ബീച്ച് ശരിക്കും ആസ്വദിച്ചു. പിന്നെ തിരമാലകൾ തീരെ കുറവായതുകൊണ്ട് കുട്ടികൾക്കും വളരെ സേഫാണ് ഇറങ്ങാനും ഓടിക്കളിക്കാനും ഒന്ന് കടലിൽ മറിയാനൊക്കെ. സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്ന രാഘവത്തോടെ കൂടിയാണ് കുട്ടികളൊക്കെ ഇതിൽ കളിച്ചു കേട്ടോ. ശ്രീഹരിയും പാറുകുട്ടിയും പേടിയില്ലാതെ ചാടി കളിച്ച സ്ഥലം ഇതാണ് കേട്ടോ. സാധാരണ വേറെ ബീച്ചിലൊക്കെ പോകുമ്പോൾ ചുമ്മാ കാല് നനയ്ക്കാൻ ഇറങ്ങും, കുറച്ചൊന്ന് ഇറങ്ങുന്നല്ലാതെ ഇത്രത്തോളം ഈസി ആയിട്ട് ഇത്രത്തോളം പേടിയില്ലാതെ ചാടി കളിക്കാനും ഓടിക്കളിക്കാനും പറ്റിയ വേറൊരു സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഗോവയിൽ വരുന്നവർ മസ്റ്റായിട്ടും മോർജിം ബീച്ചിലേക്ക് വിസിറ്റ് ചെയ്യണം. മാപ്പിട്ട് നോക്കിയാൽ ഏതാണ്ട് സെൻട്രൽ ഗോവയിൽ നിന്ന് 25-30 കിലോമീറ്റർ കാണും. പക്ഷേ പൊളി വൈബാണ്, ഒരു രക്ഷയില്ല. നമ്മളത് കണ്ട് ആസ്വദിച്ച് പോകണം. ഇവിടുത്തെ ഈവനിങ്ങിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടാൽ നിങ്ങൾ ശരിക്കും അഡിക്റ്റഡ് ആവും. ഞങ്ങൾക്ക് ഇത്രയും നല്ല വിഷ്വൽസ് കിട്ടിയ വേറൊരു സ്ഥലമില്ല. ഈ ഡാർക്ക് ഗോൾഡൻ റേസിൽ നമ്മുടെ ഷാഡോ ഒക്കെ കാണുന്ന രീതിയിൽ ഞങ്ങൾക്ക് കിട്ടിയ വിഷ്വൽസ് ശരിക്കും മൂവീസിലൊക്കെ കാണുന്ന രീതിയിൽ, പത്മരാജൻ്റെയൊക്കെ മൂവിയിലൊക്കെ കാണില്ലേ, അതുപോലത്തെ ഒരു ഫ്രെയിമാണ്. ഇത് സാധാരണ മൊബൈൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത വിഷ്വലാണ്. ഇതിൽ തന്നെ എന്ത് ഭംഗിയാണ്. ഇത്രയും ഭംഗിയുള്ള വിഷ്വൽ നമുക്ക് വേറെ എവിടെയെങ്കിലും കിട്ടും? ഇത് നമ്മൾ നമ്മുടെ ഓൺ കണ്ണുകൊണ്ട് കാണുമ്പോൾ, സ്വന്തം കണ്ണുകൊണ്ട് കാണുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും. ഇത് അനുഭവിക്കുമ്പോൾ എന്ത് രസമായിരിക്കും. ചില കാര്യങ്ങളൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, വന്ന് കണ്ട് ആസ്വദിക്കാൻ വേണം. അങ്ങനെയൊരു സ്ഥലമാണ് ഈ മോർജിം ബീച്ച്. പിന്നെ അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഒക്കെ വൈബ് കണ്ടില്ലേ, ഉഗ്രനാണ്. അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ, പക്ഷേ ഉഗ്രൻ വൈബാണ്. നമ്മൾ ഈ സമയത്ത് കോസ്റ്റും കാര്യങ്ങളും നോക്കരുത്, മാക്സിമം എൻജോയ് ചെയ്യുക. കോസ്റ്റ് എഫക്റ്റീവായ റെസ്റ്റോറൻറ്റ്സും വേറെ ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ബാഗ ബീച്ചിലേക്ക് വന്നു. ബാഗ ബീച്ചും സിമിലറായ ബീച്ചാണ്, കുറച്ചും കൂടെ ഫേമസ് ആയ ബീച്ചാണ് ബാഗ ബീച്ച്. പാർട്ടി മോഡും ബിയർ ആൻഡ് വൈൻ പാർലേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സിമിലറായ സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയുള്ളത്. ഇവിടെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതിലൂടെയൊക്കെ നടന്ന് ആസ്വദിച്ച് ഞങ്ങൾ ശരിക്കും ഗോവയെ എക്സ്പ്ലോർ ചെയ്തു. നൈറ്റ് ലൈഫാണ് ഗോവ ഏറ്റവും മികച്ചത്. നമ്മൾ പകലൊക്കെ കിടന്നുറങ്ങിയിട്ട് രാത്രി എഴുന്നേറ്റ് ഗോവ ആസ്വദിക്കണം എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്ന് പറയാനുള്ളത്. വെരി നെക്സ്റ്റ് ഡേ ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തു.
ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ തിവിം റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ വന്നു. ഈ ഒരു യൂസർ ഗൈഡ് പോലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഗോവയെക്കുറിച്ച് പറഞ്ഞുതരാം. കേരളത്തിൽ നിന്ന് പോകുമ്പോൾ പാർട്ടിയും അത്യാവശ്യം വൈബും ഹാപ്പനിങ്സ് ഒക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ സെൻട്രൽ ഗോവ തിരഞ്ഞെടുക്കുക. സെൻട്രൽ ഗോവയിലേക്ക് വരാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള റെയിൽവേ സ്റ്റേഷൻ തിവിം റെയിൽവേ സ്റ്റേഷനാണ്. എല്ലാവരും മഡ്ഗോണിലേക്കാണ് ബുക്ക് ചെയ്യുക. മഡ്ഗോണിൽ ബുക്ക് ചെയ്യാതെ തിവിമിൽ വന്നിറങ്ങുക. ഏതാണ്ട് മഡ്ഗോണും തിവിനും തമ്മിൽ ഏതാണ്ട് 10-40 കിലോമീറ്റർ വ്യത്യാസമുണ്ട് കേട്ടോ. തിവിമിൽ വന്നിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് റെൻ്റ് കാർ ബുക്ക് ചെയ്യാൻ പറ്റും. ഓൺലൈൻ വഴി തന്നെ ബുക്ക് ചെയ്യാം. റെൻ്റ് കാർ 1500 രൂപ മുതൽ അങ്ങോട്ടുണ്ട്. വണ്ടി എടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഗോവയിൽ എവിടെ വേണമെങ്കിലും കറങ്ങാം. കാർ എടുക്കുമ്പോൾ കാറിൻ്റെ ചുറ്റിലും ഒരു വീഡിയോ കൂടി എടുത്ത് വെക്കണം കേട്ടോ. വല്ല തട്ടലോ മുട്ടലോ ഉണ്ടായാൽ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ഗോവ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.